ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കാണ്. ഭരണഘടനാ നിർമ്മാണ സഭയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അവിടെ നമ്മൾ കുറച്ചേറെ പോയിന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം. ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്, ഇവിടെ ഒരു പോയിന്റ് ഒക്കെ വന്നു കേട്ടോ, കുഴപ്പമില്ല. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ്, അല്ലെ? നമുക്കറിയാം ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ്. ഡിസംബർ മാസം 6-ാം തീയതിയാണ്. സെറ്റാണ്. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് എന്നാണ് ഡിസംബർ 9-നാണ്. 1946 ഡിസംബർ മാസം 9-ാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. ആ രണ്ട് ഡേറ്റുകൾ നമ്മൾ ക്ലിയർ ആയി പഠിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന 1946 ഡിസംബർ 9-ാം തീയതി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം എവിടെ നടന്നു എന്ന് ചോദിച്ചാൽ എവിടെയാണ് നടന്നത്? ഡൽഹിയിലാണ്. എവിടെയാണ്? ഡൽഹിയിൽ. ഡൽഹിയിൽ എവിടെയാണ്? ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ് ഇത് നടന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ മാസം 9-ാം തീയതിയാണ്, അല്ലെ? ആ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം എവിടെയാണ് നടന്നത് എന്ന് ചോദിച്ചാൽ ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ്. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ. ഓക്കെ അല്ലേടെ? ഇനി നിങ്ങൾ ഓർക്കണേടെ, ഈ ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ നിലവിൽ അറിയപ്പെടുന്നത് പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ എന്നാണ്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ. ഇപ്പൊ പുതിയ പാർലമെന്റ് മന്ദിരം വന്ന സമയത്ത് അവിടെ ഉണ്ടോ? ഇത് ഇല്ല. പഴയ പാർലമെന്റ് മന്ദിരത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ അല്ലെങ്കിൽ സെൻട്രൽ ഹാള് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ഹാള് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണോ? പ്രശ്നമില്ലല്ലോ. ഇനി ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ആദ്യ സമ്മേളന അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. എന്തുകൊണ്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആദ്യ സമ്മേളനത്തിന് അധ്യക്ഷനായി എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ അല്ലെങ്കിൽ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് അറിയാമോ? ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും, സച്ചിദാനന്ദ സിൻഹയായിട്ട് ബന്ധപ്പെട്ട് വേറെ പോയിന്റ് പറയാമോ? സച്ചിദാനന്ദ സിൻഹയായിട്ട് ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടോ? നിങ്ങൾ ഈ ചോദ്യം കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞേ. അതായത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആയ ആദ്യ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായ ആദ്യ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അതും ആരാണ്? സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പൊ ചോദ്യങ്ങൾ: ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓക്കെയാണ്. അപ്പൊ ഇവിടുത്തെ ചോദ്യം നോക്കണേ, ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സച്ചിദാനന്ദ സിൻഹയുടെ തെരഞ്ഞെടുപ്പ്? ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതും ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഇത്രയും പോയിന്റ് ഓക്കെ ആണോ? അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ അത് രൂപീകൃതമായത് 1946 ഡിസംബർ 6. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. ആദ്യ സമ്മേളനം നടന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണെന്ന് പറഞ്ഞു. ഓക്കെ. ഇനി ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് ഏറ്റവും പ്രായം കൂടിയ അംഗം ആയതിനാലാണ്.
വീണ്ടും നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായ ആദ്യ വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെയാണ്. ഇനി അവിടെ ഒരു 1-2 കാര്യം പറയാൻ വിട്ടുപോയി. 1-2 കാര്യം അവിടെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ആദ്യ സമ്മേളനത്തിൽ എത്ര അംഗങ്ങൾ പങ്കെടുത്തു? 207 അംഗങ്ങൾ പങ്കെടുത്തു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 207. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ 207. നിങ്ങൾ ഇനി ഇവിടെ പഠിച്ചോണം. ഈ 207 പേരിൽ 7ഉം 2ഉം കൂടെ കൂട്ടുക, 9 പേര് വനിതകളായിരുന്നു. മനസ്സിലായ? 7ഉം 2ഉം 9 പേര് വനിതകളായിരുന്നു. അപ്പൊ ആകെ പങ്കെടുത്തവരുടെ എണ്ണം 207, വനിതകളുടെ എണ്ണം 9. ഇനി അവിടെ ഓർത്തിരിക്കേണ്ട 2 പോയിന്റുകൾ എന്ന് പറയുന്നത്, ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ നോക്കണേ, മുസ്ലിം ലീഗ് പങ്കെടുത്തില്ല. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ അവർക്ക് തരാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് പങ്കെടുത്തില്ല, മനസ്സിലായോ എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അത് ശരിയാണ്. ലീഗ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. അതുപോലെ തന്നെ ഓർത്തോണം, പ്രിൻസിലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങൾ, ഈ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളും ആദ്യ സമ്മേളനത്തിൽ എന്ത് ചെയ്തില്ലേ? പങ്കെടുത്തില്ല. മനസ്സിലായോ? അപ്പൊ നോക്കണേ, ആദ്യ സമ്മേളനത്തിൽ ആകെ 207 പേര് പങ്കെടുക്കുന്നു. അതിൽ 9 പേര് വനിതകളായിരുന്നു. ലീഗ് പങ്കെടുത്തില്ല എന്ന് ഓർക്കണം. അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളവരും ആദ്യ സമ്മേളനത്തിൽ എന്ത് ചെയ്തില്ല? പങ്കെടുത്തില്ല. ഓക്കെ ആണോ? ഇത്രയും ഭാഗം ഓക്കെ ആണോ? ക്ലിയർ ആയിട്ട് മനസ്സിലായോടെ? യെസ്. അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് 1946 ഡിസംബർ മാസം 11-ാം തീയതി. മനസ്സിലായോ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം തന്നെയാണിത്. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ചത് ഡിസംബർ 9-നാണെങ്കിൽ ആദ്യ സമ്മേളനം അവസാനിച്ചത് ഡിസംബർ മാസം 23-ാം തീയതിയാണ്. മനസ്സിലായോ? ഇപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം എന്ന് തൊട്ട് എന്ന് വരാന്ന് ചോദിച്ചാൽ ഡിസംബർ 9 മുതൽ ഡിസംബർ 23 വരെ. അതിനുള്ളിലുള്ള ഒരു സിറ്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത് 1946 ഡിസംബർ മാസം 11-ാം തീയതി നടന്നത്. ഡിസംബർ 11-ന് നടന്ന ആ 1946 ഡിസംബർ മാസം 11-ാം തീയതി നടന്ന സിറ്റിംഗിൽ വെച്ചാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ എന്തായി തെരഞ്ഞെടുക്കുന്നത്? സ്ഥിരാധ്യക്ഷനായി തെരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരാധ്യക്ഷനാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കണം, ഇതിന്റെ ഉപാധ്യക്ഷന്മാർ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണ്? HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമാണ്. ആരൊക്കെയാണ്? HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ. ഇവരെ തെരഞ്ഞെടുത്തത് പക്ഷേ 1946 ഡിസംബർ 11-നല്ല എന്ന് ഓർത്തോണം. 1947-ലാണ് ഇവരെ തെരഞ്ഞെടുത്തത്. അതിൽ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട ഉപാധ്യക്ഷൻ HC മുഖർജിയാണെന്നും രണ്ടാമതായി തെരഞ്ഞെടുത്തത് VT കൃഷ്ണമാചാരിയാണെന്നും ഓർത്തു വെച്ചോണം. അപ്പൊ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട ഉപാധ്യക്ഷൻ ആരാണ്? HC മുഖർജി. രണ്ടാമതായി തെരഞ്ഞെടുത്ത ആരെയാണ്? VT കൃഷ്ണമാചാരി. ഈ പോയിന്റ് ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് വെക്കണം. 1947 ജനുവരി മാസം 25-ാം തീയതിയാണ് HC മുഖർജിയെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുത്തത്. 1947 ജനുവരി മാസം 25-ാം തീയതിയാണ് HC മുഖർജിയെ എന്തായിട്ട് തെരഞ്ഞെടുത്തത്? ഉപാധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തത്. അടുത്തത് VT കൃഷ്ണമാചാരിയെ 1947 ജൂലൈ 16-നും തെരഞ്ഞെടുത്തു. മനസ്സിലായോ? ഈ 2 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും. കാരണം വേണമെങ്കിൽ അവർക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ തരാം. 1947 ജനുവരി മാസം 25-ാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് HC മുഖർജി. തരാം. 1947 ജൂലൈ മാസം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് VT കൃഷ്ണമാചാരി. ആ പോയിന്റ് ഓർത്തോണം. മനസ്സിലായോ? വീണ്ടും നിങ്ങൾ പഠിച്ചോണം. ആദ്യം HC മുഖർജിയും പിന്നീട് വന്ന ആരുമാണ്? VT കൃഷ്ണമാചാരിയുമാണെന്ന് ഓർത്തോണം. ഓക്കെ ആണോ പോയിന്റുകൾ? അവ സ്ഥിരാധ്യക്ഷനാരാണ്? രാജേന്ദ്ര പ്രസാദ്. തെരഞ്ഞെടുത്ത
1946 ഡിസംബർ 11. ഉപാധ്യക്ഷന്മാർ HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമല്ലേ? അതിൽ ആദ്യം വന്നതാരാണ്? HC മുഖർജിയാണ്. HC മുഖർജി എന്നാ തിരഞ്ഞെടുത്തത്? 1947 ജനുവരി മാസം 25. VT കൃഷ്ണമാചാരിയെ ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് 1947 ജൂലൈ മാസം 16 എന്ന് ഓർത്തോണം. ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ഓടിച്ച് നമ്മളൊന്ന് വരികയാണ്, നമുക്കറിയാവുന്നതാണ് എങ്കിലും ഒന്ന് ഓടിച്ചു വരികയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണ്? 1946 ഡിസംബർ 6. അതിന്റെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ച് നടക്കുകയാണ്. ആ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആയതിനാലാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ നമ്മൾ ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷനായി തെരഞ്ഞെടുത്തത്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായ ആദ്യ വ്യക്തിയാണ് ആരുടെ? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ആദ്യ സമ്മേളനത്തിൽ എത്ര പേര് പങ്കെടുത്തടെ? 207 പേര് പങ്കെടുത്തു. അതിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു? 9 വനിതകൾ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട 2 സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒന്ന്, ലീഗ് ഇതിൽ പങ്കെടുത്തില്ല. 2, ആര് പങ്കെടുത്തില്ലേ? നാട്ടുരാജ്യങ്ങളും ഒന്നാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. ഓക്കെ അല്ലേ? വീണ്ടും സ്ഥിരാധ്യക്ഷനെ തെരഞ്ഞെടുക്കുകയാണ്. 1947 ഡിസംബർ മാസം 11 ആരെയാണ് സ്ഥിരാധ്യക്ഷനായി തെരഞ്ഞെടുത്തത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉപാധ്യക്ഷന്മാരായിട്ട് HC മുഖർജിയെയും VT കൃഷ്ണമാചാരിയെയും തെരഞ്ഞെടുക്കുന്നു. ആദ്യം തെരഞ്ഞെടുത്തത് HC മുഖർജിയെ 1947 ജനുവരി മാസം 25. രണ്ടാമതായിട്ട് VT കൃഷ്ണമാചാരിയെ 1947 ജൂലൈ മാസം 16. ഇത്രയും ഓക്കെ അല്ലേ?